കണ്ണ് തള്ളി തള്ളി കണ്ണ് തന്നെ ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു നമുക്കൊക്കെ. അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിൽ സംശയങ്ങൾ. സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മുറികൾ ബുക്ക് ചെയ്തു. 37 ലക്ഷത്തിലേറെ രൂപയാണ് ചെലവ്. അനന്തകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഒന്നിനു പിറകെ ഒന്നായി വീണ്ടും വീണ്ടും വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നു. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിലെ തട്ടിപ്പുകൾ, ഇത് തട്ടിപ്പ് തന്നെ ആയിരിക്കുമെന്ന് നേരത്തെ നമുക്കൊക്കെ ഒരു ഊഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ആര് എന്നുള്ളതായിരുന്നു വലിയ ചോദ്യം. അത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെയാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതെങ്കിലും ഇത് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നു, പൂർണ്ണമായും ദേവസ്വം ബോർഡ് സ്പോൺസർമാരുടെ പിന്തുണയോടെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയ പ്രചരണം. കാരണം സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊരു റോളും ഈ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലില്ല. അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ദീർഘവീക്ഷണത്തോടെ കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റിനുമുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനുമൊക്കെയായി, അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിയുടെ ഖ്യാതി പടർത്തുന്നതിനുമൊക്കെയായി നടത്തുന്ന അയ്യപ്പ സംഗമം എന്നായിരുന്നു അതിൻ്റെ അന്നത്തെ പ്രചരണം. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തു വരുമ്പോൾ, ഓഡിറ്റ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നില്ല. അതായത് ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിക്ക് എന്തിനാണ് അതിഥികൾക്കായി സർക്കാർ മുറികൾ ബുക്ക് ചെയ്തത്? അത് ഒന്നും രണ്ടുമല്ല, ചില്ലറയൊന്നുമല്ല, 37 ലക്ഷം രൂപയുടെ ബില്ലാണ് ഈ മുറി ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലുള്ളത്. അതായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ എന്തിനാണ് ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിക്ക് മുറി ബുക്ക് ചെയ്തതെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതുതന്നെ 37,25,752 രൂപയുടെ ബില്ലാണ് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മുറി ബുക്ക് ചെയ്തിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ ആകെ ബുക്ക് ചെയ്തിരിക്കുന്നത് 25,300 രൂപയുടെ ഒരു ബില്ലാണ്. അത് മൂന്നാറിലെ ഒരു റിസോർട്ടുമാണ്. ആ മൂന്നാറിലെ ഒരു റിസോർട്ട് മാത്രമാണ്, അതും 25,000 രൂപയുടെ ബില്ലുള്ള ഒരു റിസോർട്ട് മുറി മാത്രമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ബില്ല് വന്നിട്ടുള്ളത്. മാത്രമല്ല ആ ബില്ല് രേഖപ്പെടുത്തുമ്പോൾ ആ റിസോർട്ടിന് ബില്ല് അടിക്കാൻ വേണ്ടി ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ GST നമ്പറോ രേഖകളോ ഒന്നും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അതിന്റെ ടാക്സുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്നലെ വാർത്ത കൊടുത്തതാണ്, ഏതാണ്ട് 4.35 കോടി രൂപയാണ് കടമായിട്ടുള്ളത്. അതിൽ 4 കോടി രൂപയും ഊരാളുങ്കലിൻ്റെ IIIC എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനാണ്. ശേഷിച്ച തുക മുഴുവൻ കൊടുക്കാനുള്ളത് ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ കസവ് വാങ്ങിച്ച, അതായത് പൊന്നാട വാങ്ങിച്ച ടെക്സ്റ്റൈൽ ഷോപ്പുകൾക്കുമാണ്. അപ്പോൾ ഈ റൂം ബുക്ക് ചെയ്തതിലുമുണ്ട് ചില അസ്വാഭാവികതകൾ. പമ്പയിലാണ് ഈ പരിപാടി നടന്നത്. പമ്പയുടെ തൊട്ടടുത്ത് ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട്. പത്തനംതിട്ടയുണ്ട് ഒരു ടൗണായിട്ട്, പന്തളത്ത് ടൗണുണ്ട്, അടൂർ ടൗണുണ്ട്, ചെങ്ങന്നൂരുണ്ട്, കൂടി പോയാൽ തിരുവല്ലയുണ്ട് പ്രധാനപ്പെട്ട ടൗൺ. അപ്പോൾ അവിടെയൊക്കെ നല്ല നല്ല ഹോട്ടലുകളും റിസോർട്ടുകളും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊന്നും മുറി ബുക്ക് ചെയ്യാതെ കുമരകം പോലെയുള്ള വിനോദസഞ്ചാര മേഖലയിലും മൂന്നാർ പോലെയുള്ള വിനോദസഞ്ചാര മേഖലയിലും അതുപോലെ തന്നെ കോട്ടയം ടൗണിലും ഒക്കെയാണ് ഈ മുറി ബുക്ക് ചെയ്തത്. വലിയ വലിയ 5 സ്റ്റാർ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകളിലാണ് ഈ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയ്യപ്പ സംഗമത്തിന് ആത്മീയവുമായ ഒരു ചടങ്ങിന് വേണ്ടി പങ്കെടുക്കുന്ന അതിഥികൾക്ക് വേണ്ടി എന്തിനാണ് ഈ വിനോദസഞ്ചാര മേഖല, അതും ശബരിമലയിൽ നിന്നും പമ്പയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ആ ടാക്സി ബില്ല് നോക്കിക്കഴിഞ്ഞാൽ 230 കിലോമീറ്ററൊക്കെയാണ് ടാക്സികൾ ദൂരം കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ എന്തിനാണ് അപ്പോൾ അത്രയും VIP-കൾ എന്ന് പറഞ്ഞാൽ ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിക്കേണ്ടവർ മാത്രമാണോ ഈ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് തോന്നിപ്പോകും. കാരണം ഈ റൂം ബുക്ക് ചെയ്തതിൽ മാത്രം 37 ലക്ഷവും പ്ലസ് 25,000 വേറെയും ഉണ്ട്. അങ്ങനെ 2 ബില്ലുകളാണ് അല്ലെങ്കിൽ കണക്കുകളാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ അയ്യപ്പ സംഗമം നടത്തിയത് സംസ്ഥാന സർക്കാരാണോ അതോ ദേവസ്വം ബോർഡാണോ? ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിന് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ റൂം ബുക്ക് ചെയ്തതിൻ്റെ 37,25,752 രൂപയുടെ ബില്ല് വന്നു എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡുമാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പുറത്തിറങ്ങി കഴിഞ്ഞു. പുതിയ ബോർഡാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് നടക്കുമ്പോൾ ഈ ഹോട്ടൽ മുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നതെന്ന് അറിയാൻ കഴിയും. മോത്തി.
ശരി അനന്തൻ, എന്ത് വിശദീകരണമാണ് നൽകാനുള്ളതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. പക്ഷേ അവർക്കൊന്നും അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് വെളിവാക്കുന്നതാണ്. ഇത് വൻ തട്ടിപ്പാണ് നടന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ്. ഈ 37 ലക്ഷത്തിലേറെ രൂപയുടെ ചിലവ് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ആ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പിലൂടെ നടത്തിയ കാര്യങ്ങൾ സർക്കാരിൻ്റെ ചെലവിലേക്ക് വരുന്നത്? ഇതൊക്കെ നികുതി പണത്തിൽ നിന്നാണല്ലോ. അപ്പോഴും അതിദരിദ്രരില്ലാത്ത നാടാണ് ഇത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ പാവപ്പെട്ടവർ അത് നിഘണ്ടുവിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ ഏത് കണക്കിലാണ് ഉൾക്കൊള്ളിക്കുക? നിത്യച്ചെലവിന് നെട്ടോട്ടമോടുന്ന, നികുതി കൃത്യമായി കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന കുറേ ചോദ്യങ്ങൾക്കെങ്കിലും, അവരുടെ മനസാക്ഷി ഉയർത്തുന്ന ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം പറയാൻ ഇവർക്കൊക്കെ എന്തെങ്കിലും ആയെങ്കിൽ എന്നാണ് കരുതുന്നത്.